ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിന് മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഓരോ സബ്ജക്റ്റിനും മിനിമം മാർക്ക് നടപ്പാക്കാൻ തീരുമാനിച്ചു. ഈ വർഷം 8ാം ക്ലാസ്സിൽ നടപ്പിലാക്കും. മാനസ് ചേരുന്നു. മാനസ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കലാണ് പ്രധാന കാര്യമെന്നും അതോടൊപ്പം തന്നെ രണ്ടാമത്തെ റിപ്പോർട്ടാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയതും എന്നാണ് ഇപ്പോൾ അല്പസമയം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചത്. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട്, ഈ റിപ്പോർട്ടിൽ ഉന്നയിക്കപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തന്നെ ഒറ്റയടിക്ക് നടപ്പാക്കാൻ സാധിക്കുന്നതല്ല. എല്ലാ അഭിപ്രായങ്ങളും നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഇതിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നും പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ഈ അക്കാദമിക് സമയം, അതോടൊപ്പം തന്നെ അധ്യാപക നിയമനം, അതോടൊപ്പം തന്നെ കലോത്സവം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെയും ഉള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമാണ് നിലവിൽ ഖാദർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിൽ വരുന്ന മാറ്റവും വരുത്തേണ്ട മാറ്റം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെയും തന്നെ നല്ല രീതിയിൽ ഒരു ചർച്ച നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്നും തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഏതായാലും മുഴുവൻ നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും നടപ്പാക്കാൻ കഴിയില്ല എന്നും വിദ്യാഭ്യാസ മന്ത്രി അറിയിച്ചു. മനസ, ഒരുപാട് ശുപാർശകൾ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ സമയത്തിൻ്റെ മാറ്റം, അതുപോലെ തന്നെ പ്രൈമറി തലം തൊട്ട് ഹയർ സെക്കൻഡറി വരെയുള്ള ക്ലാസ്സുകളുടെ ഏകീകരണം, ഒപ്പം തന്നെ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് ഒരുപാട് സാധാരണ ജനങ്ങളെ അതുപോലെ തന്നെ ഈ സമൂഹത്തെ ബാധിക്കുന്ന ഒരുപാട് ശുപാർശകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി ഇത് നടപ്പാക്കുന്ന ഒരു തലത്തിലേക്ക് സർക്കാർ പോകില്ല എന്നല്ലേ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്? ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വന്നപ്പോൾ തന്നെ ഭിന്ന അഭിപ്രായങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് വീണ്ടും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുകയും ഇത് മന്ത്രിസഭയിൽ പരിഗണിക്കുകയും ചെയ്തത്. ഏതായാലും ഈ ഒരു നിർദ്ദേശങ്ങൾ തന്നെയാണ് സമയമാറ്റം, സ്കൂൾ സമയമാറ്റം, അതോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള മാറ്റങ്ങൾ, ഒപ്പം കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെയുമാണ് ഇതിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഭിന്ന അഭിപ്രായങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ റിപ്പോർട്ട് പ്രകാരം സർക്കാരിന് നീങ്ങാൻ സാധിക്കുകയുള്ളൂ എന്ന് നേരത്തെയും വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കൂടി ഇക്കാര്യം പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഒന്നുകൂടി ചർച്ച ചെയ്ത് മാത്രമായിരിക്കും സർക്കാർ ഈ ഒരു റിപ്പോർട്ടുമായി മുന്നോട്ട് പോവുക എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് നിലവിൽ ഈ ഒരു സ്പെഷ്യൽ റൂൾസ് തയ്യാറാക്കലാണ് പ്രധാന കാര്യമെന്നും മന്ത്രി എടുത്തു പറയുന്ന ഒരു സാഹചര്യമുണ്ടായത്. ഈ കാര്യമൊക്കെയും നോക്കിയതിന് അല്ലെങ്കിൽ തീരുമാനമായതിനു ശേഷമായിരിക്കും ഈ റിപ്പോർട്ടുമായി സർക്കാർ ഒരുപക്ഷെ മുന്നോട്ട് പോവുക എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്.